ചർച്ചയിൽ ബി.ജെ.പി നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ അഷ്റഫ് കടക്കൽ, CPI നേതാവ് ശ്രീമതി ആനി രാജ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ശ്രീ അഷ്റഫ് കടക്കൽ, ഈ ബില്ല് തന്നെ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ മിക്കവാറും മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പറഞ്ഞ ഈ ക്രിമിനൽ കുറ്റമാണ് എന്ന മട്ടിൽ ശിക്ഷ ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധമെല്ലാം രാജ്യസഭയിൽ ഫലം കാണും എന്നുള്ള ഒരു സൂചനയുണ്ട്. ഇന്നലെ പാർലമെൻറ്റിൽ ചർച്ചയിൽ പങ്കെടുത്ത നിയമജ്ഞന്മാരായ രാഷ്ട്രീയ നേതാക്കൾ ചർച്ച കഴിഞ്ഞ് അവർ മീഡിയയോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതിനെ കോടതിയിൽ പോലും ചലഞ്ച് ചെയ്യാൻ കഴിയും, ആ തരത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടൊരു ബില്ലാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇതിൻ്റെ നിയമപരമായ വശങ്ങളെ സംബന്ധിച്ചുള്ള സംസാരിക്കാനുള്ള പാണ്ഡിത്യം എനിക്കില്ല. പക്ഷേ എങ്കിലും രണ്ട് മൂന്ന് സംഗതികൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വളരെ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു മതസമൂഹം അവരുടെ മതനിയമത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു നിയമം, അത് ഇന്ത്യയിൽ വ്യക്തി നിയമത്തിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു നീണ്ട കാലത്തെ പാരമ്പര്യവുമുണ്ട്. അങ്ങനെയുള്ളൊരു നിയമത്തിലാണ് ഓഗസ്റ്റ് 22 സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നത്. അതിനുശേഷം അതിനെ ഒരു സിവിൽ നിയമത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ അത് അടിസ്ഥാനപരമായി പാലിക്കേണ്ട നമ്മുടെ ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇതുവരെ നമ്മുടെ സംവിധാനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് രാജീവ് ഗാന്ധി 1986 ബില്ല് കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ മാസങ്ങളോളം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുറത്ത് നടത്തി, പാർലമെൻറ്റിലും നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാ കക്ഷികളും, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള നിലയ്ക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നേതാക്കന്മാരുമായിട്ടും വിവിധ ഫോറങ്ങളുമായിട്ടും നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം പാർലമെൻറ്റിൻ്റെ അകത്ത് വളരെ വിശദമായ ചർച്ചകൾ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു സിവിൽ നിയമം നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട ലെജിസ്ലേഷൻ നടക്കുമ്പോൾ, സ്വാഭാവികമായും നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണുന്നൊരു സംഗതിയാണ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തുകയും പാർലമെൻറ്റിൽ നിയമജ്ഞന്മാരായ ആളുകൾക്കും പുറത്തുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടും നടക്കുന്ന ഒരു വലിയ ചർച്ച. അത് നടന്നില്ല എന്നത് പോട്ടെ, തിടുക്കപ്പെട്ട് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രൂപത്തിലല്ലേ ഇന്നലെ പാർലമെൻറ്റിലെ ആ ബില്ല്? ആ പ്രതിപക്ഷം നിയമനിർമ്മാണ രംഗത്ത് ADMK, ബിജു ജനതാദൾ പോലുള്ള കക്ഷികൾ ഇതുവരെ BJPയോടൊപ്പം നിന്ന കക്ഷികളാണ്. അവർ പോലും ഇതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട ഭേദഗതിയോ അഭിപ്രായങ്ങളോ ഒരല്പം പോലും പരിഗണനയ്ക്കെടുക്കാതെ തികച്ചും ഏകപക്ഷീയവും പ്രകോപനപരവുമായ തരത്തിൽ ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് ഈ പാർലമെൻറ്റിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, പാർലമെൻറ്റിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, പാർലമെൻറ്റ് എന്ന് പറയുന്ന മഹോന്നതമായ നിയമനിർമ്മാണ സഭയെ വളരെ ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം മോശമായ ഒരു പ്രവർത്തന രീതി ഉണ്ടാകുമ്പോൾ ഒരുതരം യുദ്ധപ്രഖ്യാപനം പോലെ അതിനെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളും കക്ഷികളും സംഘടനകളും കണ്ടാൽ അതിനെ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പല നിലയ്ക്കും പ്രകോപിപ്പിക്കപ്പെടാതിരുന്നിട്ടും മതനിയമവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഈ രൂപത്തിലുള്ളൊരു ഇടപെടൽ നടത്തുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും അഭിപ്രായം പറയാനോ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന നൽകാതിരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ, മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള വിധി പറഞ്ഞപ്പോൾ മിക്കവാറും അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ കക്ഷികളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികളല്ല. പക്ഷേ ആ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും എതിർപ്പ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ്, ഒരു ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ആ എതിർപ്പ് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്, അത് വകവെച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് സർക്കാർ തയ്യാറായിട്ടുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇവിടെ ഇപ്പോൾ ഈ മുസ്ലിം വനിതാ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് നടപ്പാക്കുന്നതെങ്കിൽ വളരെ ലളിതമായി ഈ മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് സമാനമായി മുത്തലാഖ് അവസാനിപ്പിക്കുന്ന ഒരു ബില്ല് നടപ്പാക്കാം. അതിൽ ഈ ക്രിമിനൽ കുറ്റം ചേർത്തുകൊണ്ട്
ഈ മുത്തലാഖ് ചെയ്യുന്നവർക്കെതിരെ, മുത്തലാഖ് ചൊല്ലുന്നവരെ ക്രിമിനൽ കുറ്റവാളികളായി കണ്ടുകൊണ്ട് അവരെ 3 വർഷം തടവിന് ശിക്ഷിക്കാവുന്ന ഒരു വകുപ്പ് ഏർപ്പെടുത്തുന്നതാണ് ഏറ്റവും അധികം പ്രതിപക്ഷ കക്ഷികൾ. മറ്റ് സംഘടനകൾക്കൊക്കെ പല അഭിപ്രായമുണ്ട്. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ വിമർശിക്കുന്നത് എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒരു നിബന്ധന വച്ചിരിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ല, ഇവിടെ ഒരു രാജ്യത്ത് ഭരണഘടനാനുസൃതമായി നിയമം നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ഇന്നലെ വരെ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് ലഭ്യമല്ലാതിരുന്ന ഒരു അവകാശം, അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കപ്പെട്ട, നമുക്കറിയാമല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ അനേകം അനാചാരങ്ങൾ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കിടയിൽ സതി പോലെയുള്ള അനാചാരങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടരണം എന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. മനുഷ്യനെ തന്നെ കുരുതി കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പം നരബലിയായാലും സതിയായാലും ഇത്തരത്തിലുള്ള അനേകം അനാചാരങ്ങളെ കാലാനുസൃതമായി മാറ്റിയ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത്. തീർച്ചയായിട്ടും 1961 പാകിസ്ഥാൻ പോലും നടപ്പാക്കിയ ഒരു നിയമം, ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങൾ, ഏതാണ്ട് 20ഓളം രാജ്യങ്ങൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു സമീപനം, അത് മുത്തലാഖിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ മട്ടിലൊന്നുമല്ല. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെ, അതായത് നിങ്ങളുടെ ആത്യന്തിക വാദം അതാണ് ഏകീകൃത സിവിൽ കോഡ് എന്നത്, അതിനൊപ്പിച്ചുള്ള വാദങ്ങളാണ് ഇതിന് പിന്നാലെ ഉന്നയിക്കുന്നതും. അതവിടെ നിൽക്കട്ടെ. ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം ഒരേ തരത്തിൽ ഈ വിഷയത്തിൽ നിയമം നടപ്പാവണം എന്ന മട്ടിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ മുത്തലാഖ് ചൊല്ലിയത് കൊണ്ട് വിവാഹമോചനം സാധ്യമാകുന്നില്ല എന്ന് മാത്രം തീരുമാനിച്ചാൽ പോരെ? അവിടെ അത് തീർന്നില്ലേ? അതിനപ്പുറത്തേക്ക് ഈ മുത്തലാഖ് ചൊല്ലി എന്ന ആരോപണം നേരിട്ടാൽ തന്നെ ജാമ്യമില്ലാതെ ജയിലിൽ പിടിച്ചിടുന്ന സ്ഥിതിയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുക കൂടി ചെയ്യുകയാണ് ആത്യന്തികമായി ഈ ബില്ലിലൂടെ. അതിൻ്റെ ദുരുദ്ദേശം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ കോടതിയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണല്ലോ ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വന്നത്. അല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമാക്കി അവതരിപ്പിക്കണമെന്ന് എന്താണ് നിങ്ങൾക്ക് ഇത്ര വാശി? അതാണ് മനസ്സിലാവാത്തത്. കാരണം ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ലേ? നമുക്ക് മുന്നിൽ എന്തെല്ലാം കേസുകളുണ്ട്. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമുണ്ടാവുന്ന കേസുകൾ പരിഗണിക്കേണ്ടതില്ല. താങ്കൾ പറഞ്ഞതുപോലെ വിശാലമായി പരിഗണിച്ചാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു വിദ്വേഷം തോന്നിയാൽ വളരെ എളുപ്പത്തിൽ ഈ മനുഷ്യൻ എന്നെ മുത്തലാഖ് ചെയ്തു എന്ന് ഒരൊറ്റ ആരോപണത്തിലൂടെ അയാളെ പിടിച്ച് ജയിലിലിടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അത് ഇനിയിപ്പോൾ സ്ത്രീവിരുദ്ധമാണ് എന്നൊന്നും വ്യാഖ്യാനിച്ച് കളയരുത്. ലളിതമായി പറഞ്ഞാൽ ഈ സാധ്യത കൂടി മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടാണ് ഈ നിയമം ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു മതസമുദായ വിഭാഗത്തിന് അയാളുടെ വിവാഹമോചന ഇടപാട് ഒരു ക്രിമിനൽ നടപടിയിലൂടെ കടന്നു പോകേണ്ട തരത്തിലേക്ക് എത്തിപ്പെടുന്നത്? ഹർഷൻ ഇപ്പം പറഞ്ഞ കാര്യം, ഒരു സ്ത്രീ പരാതിപ്പെട്ടാലുള്ള കാര്യം അവരുടെ ഭർത്താവിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്നെക്കുറിച്ചോ കർഷകനെക്കുറിച്ചോ അല്ലെങ്കിൽ ആരെക്കുറിച്ചായാലും ഒരു സ്ത്രീ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് ആ വ്യക്തി പ്രതിയാ. അത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ അങ്ങനെ, ഭൂരിപക്ഷ ആളുകളും അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്ത്രീക്ക് ഒരു സുരക്ഷയും സംരക്ഷണവും കൊടുക്കാൻ ബാധ്യതയുള്ള നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ടാണല്ലോ സ്ത്രീയെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പീഡിപ്പിക്കാം, നോട്ടം കൊണ്ട് പീഡിപ്പിക്കാം. ഇപ്പൊ നോട്ടം കൊണ്ട് ഒരാൾ പീഡിപ്പിച്ചോ ഇല്ലയോ എന്ന് ആ സ്ത്രീക്കല്ലാതെ ഇത് അങ്ങനെ ഒരു ഏർപ്പാടല്ലല്ലോ. ഇതൊരു സിവിൽ കേസ്, അതായത് സിവിൽ ഇടപാടാണല്ലോ ഒരു വിവാഹമോചനം എന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയിൽ നിന്നവർ വേർപിരിയുന്നു എന്നതൊരു സിവിൽ ഏർപ്പാടാണല്ലോ. അവിടേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ചേർന്ന് വരുന്നത്? അതെങ്ങനെയാണ്, അതിൽ ഇങ്ങനെ ഒരു സാധ്യത എങ്ങനെയാണ് തുറന്നു കൊടുക്കാൻ കഴിയുന്നത്? അതെന്തായാലും ആ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് എന്ന് കരുതാനാവില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഹർഷൻ പറഞ്ഞ ന്യായത്തിനുള്ള മറുപടിയാണ്. കാരണം മുസ്ലിം സ്ത്രീയെ ഭർത്താവിനെതിരെ ഇത് ദുരുപയോഗം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞോ എന്നതല്ല. ഇതൊരു ഞാനത് ആവർത്തിച്ച് പറയട്ടെ, ആരെങ്കിലും പറഞ്ഞാൽ എന്നതല്ല. കൃത്യമായി
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉടമ്പടിയിൽ നിന്നുള്ള വേർപിരിയലിനെ ഈ നിലയ്ക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? അതൊരു ക്രിമിനൽ കുറ്റമാക്കി കൈകാര്യം ചെയ്യാൻ കഴിയുക? അതിൻ്റെ ദുരുപയോഗ സാധ്യതയുണ്ട് എന്നത് അതിൻ്റെ ഒരു ലളിതമായ വശം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അത് ഈ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തെ പൂർണ്ണമായി അവരുടെ ഈ സാമുദായികമായ ഇടപാടുകളെ പൂർണ്ണമായി ചോദ്യം ചെയ്യുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവരെ ക്രിമിനലുകളാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗം കൂടി നിങ്ങൾ തേടി വയ്ക്കുന്നു എന്നതാണ് വാസ്തവം. അല്ല, നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടുണ്ട്. പക്ഷേ അതിനെ വിലയിരുത്താൻ കഴിയുന്ന നിയമ സംവിധാനവും അതിന്റെ നിയമം നടപ്പാക്കൽ വ്യവസ്ഥിതിയും നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഒരാൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതി സത്യമാണോ അല്ലയോ എന്ന് പ്രാഥമികമായി പരിശോധിക്കാനുള്ള സംവിധാനം പോലീസിനുണ്ട്. അതിൽ അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അത് റെഫർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ട്. ആ പരാതി മുന്നോട്ട് പോവില്ല ഹർഷ. കാരണം അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ആർക്കെങ്കിലും എതിരെ കൊടുക്കുന്ന പരാതിയൊക്കെ ഈ രാജ്യത്ത് എവിടെയെല്ലാം നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ സാധ്യമാകണമെങ്കിൽ പറഞ്ഞതുപോലെ ഇതേ നിയമം ഗുജറാത്തിലെ ഭാവിക്കും ബാധകമാക്കേണ്ടതുണ്ട് എന്ന വാദത്തെ നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. കാരണം ഈ സമാനമായ സാഹചര്യം തന്നെയാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത്. അതപ്പോഴെങ്ങനെയാണ് അത് ഈ മുസ്ലിം സമുദായത്തിൽ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ, മറ്റേതെങ്കിലും ഒരു സമുദായത്തിലുള്ളയാൾ ഒറ്റയടിക്ക് ഒരു ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ക്രിമിനൽ കുറ്റമായി കാണേണ്ടതുമില്ല. അപ്പോഴാണല്ലോ പ്രശ്നം. അപ്പോഴെങ്ങനെയാണ് ഈ സമൂഹത്തെ എല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു നിലപാടും അതിന് അനുസ്യൂതമായ ഒരു നിയമവുമാണിത് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക? അല്ല, സമൂഹത്തെ ഒന്നിച്ചു കാണാത്ത എന്തെങ്കിലും ഘടകങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ മേഖലയിൽ നിയമവ്യവസ്ഥയിൽ ഉണ്ടെങ്കിലും അത് ഈ ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തെയും ഒന്നിച്ചു കാണുന്ന തരത്തിലേക്ക് മാറ്റുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ആ നിലയിലുള്ള ചർച്ച പോസിറ്റീവായി രാജ്യത്ത് ഉയർന്നു വരേണ്ടതുമുണ്ട്. അതിനാണ് ഈ നിയമം ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്ന വാദം പക്ഷേ ദയവ് ചെയ്ത് ഉന്നയിക്കുകയും അരുത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് കോടതിയിൽ നിയമപരമായി ചോദ്യം ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന പ്രതീക്ഷ മുസ്ലിം സംഘടനകൾക്ക് പൊതുവെയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിങ്കളാഴ്ച എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ എത്തുമെങ്കിൽ രാജ്യസഭയിൽ കൃത്യമായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇക്കാര്യത്തിൽ BJPക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടില്ല എന്ന അവസ്ഥയുണ്ട്. അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അങ്ങനെ രാജ്യസഭയിൽ ഈ കാര്യത്തിൽ ഈ കടമ്പ കടന്നുകൂടാതിരിക്കാനുള്ള നീക്കം നിങ്ങൾ നടത്തുമോ? ഇന്നലെ പാർലമെൻറ്റിൽ മുസ്ലിം വനിതാ വിവാഹ അവകാശ സംരക്ഷണ നിയമം എന്ന പേരിൽ പാസ്സാക്കിയെടുത്തത് സത്യത്തിൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ എന്ത് നിയമനിർമ്മാണവും നടത്താൻ കഴിയും, വേണ്ടി വന്നാൽ ഞങ്ങൾ ഏക സിവിൽ കോഡിലേക്കുള്ള വഴി തേടും എന്നൊരു സൂചനയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ബില്ല് വരുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലോ കമ്മീഷൻ 16 ചോദ്യങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരോട് ചോദിക്കുകയും 45 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ആ 16 ചോദ്യങ്ങളിലെ ഭൂരിപക്ഷം ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഒന്ന് ഏക സിവിൽ കോഡ് ഐച്ഛികമാക്കണോ, അതുപോലെ വിഷയമാക്കണോ, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ചോദിക്കുന്നത് വനിതകൾക്കുള്ള ജീവനാംശം ലഭ്യമാക്കാൻ ഏക സിവിൽ കോഡ് ആവശ്യമാണോ. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു തുടർച്ച, ഒരു വഴിയായി ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ കാണാൻ കഴിയും എന്നവർ കണക്ക് കൂട്ടുകയാണ്. എന്ന് മാത്രമല്ല, ഏതൊരു രാജ്യത്തും ഇന്ത്യയുടെ ഭരണഘടന വായിക്കുന്ന ആർക്കും അറിയാം, ഇതൊരു സിവിൽ നിയമമാണ്. ഒരു മൗലികാവകാശമായ വിവാഹമോചനം, അതുപോലെ പിന്തുടർച്ചാവകാശം, ട്രസ്റ്റ്, വഖഫ് തുടങ്ങിയ സിവിൽ നിയമങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ക്രിമിനലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സുപ്രീം കോടതിയിൽ 5 ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസും മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ജസ്റ്റിസ് അബ്ദുൽ നാസറും 2 പേരും പറഞ്ഞത് ഇത് ഫണ്ടമെന്റൽ 25ാം മൗലികാവകാശത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതാണ്, 1000 വർഷമായി തുടരുന്നതാണ്, അതുകൊണ്ട് ഇതിൽ ഇടപെടേണ്ടതില്ല. എന്നാൽ 3 പേരാണ് മറിച്ച് അഭിപ്രായപ്പെട്ടത്. ആ 3 പേരിൽ 5 പേരിൽ ഒരാൾ മാത്രമാണ് പാർലമെന്റിന് വേണമെങ്കിൽ ഒരു നിയമം സൃഷ്ടിക്കാം എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, പാർലമെന്റിൽ ഒരു നിയമം സൃഷ്ടിക്കാം. അവിടെ ഒരു ക്രിമിനൽ നിയമം ഉണ്ടാക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതിന് ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യ രാജ്യത്തെ നിയമം വന്ന സാഹചര്യം എന്താണ്? ഇതിന് 1000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. നമുക്കറിയാം, ഒട്ടേറെ അൽഹിദായ പോലെയുള്ള ഒരുപാട് കാലം
കാലഘട്ടം ബുർഹാനുദ്ദീൻ്റെ അൽഹിദായ, അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഷറോയുൽ ഇസ്ലാം, അത് കഴിഞ്ഞ് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫതാവെ ആലംഗീരി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരനായ ജഡ്ജി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ബ്രെയിലി ഡൈജസ്റ്റിന് ശേഷം 1937 മുസ്ലിം പേഴ്സണൽ ലോ ചിട്ടപ്പെടുത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജംഇയ്യത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പ്രഗത്ഭ പണ്ഡിതന്മാരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം ജന്മമെടുത്ത ഒരു മുസ്ലിം വ്യക്തി നിയമം, അതിനിടയ്ക്കൊരു മാറ്റം വരുന്ന ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായി ഒരു അനുരഞ്ജനം, ഒരു കൂടിയാലോചന ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ഗവൺമെൻറ്റിന് അനിവാര്യമായിരുന്നില്ലേ? അതിനൊന്നും തയ്യാറാകാതെ വപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കണം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മുത്തലാഖാണ്. ആണോ? അങ്ങനെ പറയാൻ കഴിയുമോ? അത് മാത്രമല്ല ഉദ്ദേശം എന്നത് വ്യക്തമല്ലേ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി? വളരെ കൃത്യമായി എം ജെ അക്ബർ ഇന്നലെ പറഞ്ഞത് ഈ ശരീഅത്ത് കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതാണ്, അത് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന ജീവിതക്രമം മാത്രമാണ് എന്നാണ്. അത് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ കേവലം ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മാത്രമല്ല അക്കാര്യത്തിൽ ഒരു നിലപാട് BJP സർക്കാരിനുണ്ട് താനും. അത് പൂർണ്ണമായും ഈ ഏകീകൃത സിവിൽ കോഡിലേക്ക് എത്തിച്ചേരുന്നതുമാവാം സ്വാഭാവികമായും. അപ്പോൾ അത് BJP സർക്കാരിൻ്റെ നിലപാടാണ്. അത് കേവലം മുത്തലാഖിൽ ഒതുങ്ങുന്നതുമല്ല എന്ന് വ്യക്തമല്ലേ? അല്ലല്ലോ. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകൾക്കും കൃത്യമായിട്ട് ദൈവികമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണ്. അത് എല്ലാ സമുദായങ്ങളിലുമുണ്ട്. ഹൈന്ദവ സമുദായങ്ങളിൽ ഇപ്പോൾ വേദകർമ്മങ്ങൾ ചെയ്യാൻ പെൺകുട്ടികളുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജാരിയുടെ സ്ഥാനത്ത് പെൺകുട്ടികളെ കാണാറുണ്ടോ? അങ്ങനെ ഓരോ മതങ്ങളിലും ഓരോ മതങ്ങളുടേതായ നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങളിലൊക്കെ തന്നെ ആ മതപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യമുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വിവാഹമോചനം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 340 മില്യൺ വിവാഹങ്ങളാണ് നടക്കുന്നത്. 340 മില്യൺ വിവാഹങ്ങൾ നടക്കുമ്പോൾ 9 ലക്ഷം വിവാഹമോചനം നടക്കുന്നു എന്നാണ്. അതിൽ 2 ലക്ഷം മുസ്ലിം സമുദായത്തിലുണ്ട്, 7 ലക്ഷം ഇതര സമുദായങ്ങളിലാണ്. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽ മാത്രമാണ് ഇതുള്ളത്. അതിൽ മുത്തലാഖ്, ഇസ്ലാമിൻ്റെ തലാഖ് തന്നെ കൃത്യമായിട്ട് ക്രിമിനലായി മാറുകയാണ് ഇവിടെ. കാരണം നിങ്ങൾ ആ ബില്ല് വായിച്ചു നോക്കണം. അതിൽ മുത്തലാഖ് എന്നല്ല പറയുന്നത്, തലാഖ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാ തലാഖും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് അതെത്തും. എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ തലാഖ് ഇഷ്ടാനുസരണം ചെല്ലാനുള്ളതാണോ? അതിന് എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്? ആ നടപടിക്രമങ്ങളെല്ലാം പാലിക്കപ്പെടേണ്ടതല്ലേ? ആ പാലിക്കപ്പെടുന്ന അവസാന ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് നീതീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ മധ്യസ്ഥന്മാരടക്കം ഉണ്ടാകണ്ടേ? എന്നിട്ട് പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ തന്നെ സംരക്ഷിക്കാൻ പറയുന്നില്ലേ? ഇങ്ങനെ എത്ര ഘട്ടങ്ങളുണ്ട്? ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് പ്രാകൃതമാണ്, ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന ഗുരുതരമായ വിഷയം തലാഖാണ്, മുത്തലാഖാണ് എന്നുള്ള രീതിയിൽ ചെങ്കോട്ടയുടെ മുകളിൽ കയറി നിന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ. വ്യക്തമാണ് ശ്രീ അബ്ദുറഹ്മാൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ആനി രാജ നേരത്തെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിധി പ്രസ്താവിച്ച ഘട്ടത്തിൽ അതിനെ ഒറ്റയടിക്ക് സ്വാഗതം ചെയ്തിരുന്നു ഇടത് പാർട്ടികൾ. പക്ഷേ ഇപ്പോൾ എതിർക്കുകയാണ്. അതിന് കാരണം കൃത്യമായി പറയുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ഇതൊരു ക്രിമിനൽ മാറ്ററായി മാറുന്നതാണ് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ്. അത് മാത്രമാണ്, അതിനും അപ്പുറത്ത് അവ്യക്തതയുള്ള ഒട്ടേറെ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ മുത്തലാഖ് ബില്ലിലില്ലേ? തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതി വിഷയത്തിൽ ഒരു തീരുമാനം കൊണ്ടുവന്നപ്പോൾ തീർച്ചയായും ആ ഒരു വിഷയത്തെ സ്വാഗതം ചെയ്താണ്. കാരണം ഇത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ് എന്നുള്ള ഒരു വിഷയം, ഒരുമിച്ചുള്ള 3 തലാഖ്, അത് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് അതെപ്പോഴും ആ ഒരു പ്രൊവിഷൻ ഈ വ്യക്തി നിയമത്തിലെ, ഈ മുസ്ലിം വ്യക്തി നിയമത്തിലെ ഈ ഒരു കാര്യം ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ വിവാഹിതയായ സ്ത്രീയുടെ തലയ്ക്ക് മേലെ തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ എത്രയോ ദൈനംദിനം എന്നോണം എത്രയോ കേസുകൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ശ്രീ രണ്ടത്താണി സൂചിപ്പിക്കുന്നത് ഇതിന്റെ നമ്പർ മുസ്ലിം സമുദായത്തിൽ കുറവാണ്, വിവാഹമോചനത്തിന് എന്നൊക്കെ പറയുമ്പോൾ പോലും ശ്രീ രണ്ടത്താണി ഈ കാര്യം പറയുന്നില്ല. മുസ്ലിം സ്ത്രീകൾ ഇത്തരത്തിലൊരു ദുരാചാരം കൊണ്ട് പീഡനം അനുഭവിക്കുന്നുണ്ട്, അവർ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാൻ ഇന്നുവരെയും ഒരു മുസ്ലിം നേതൃത്വവും മുസ്ലിം സംഘടനകളുടെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം.
എന്നാൽ തീർച്ചയായിട്ടും ഇടതു പാർട്ടികൾ ഈ ബില്ലിനെ ഇപ്പോൾ എതിർക്കുന്നതിൻ്റെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു സിവിൽ നിയമത്തിന് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതൊരു ക്രിമിനൽ കേസായി ക്രിമിനൽ വൽക്കരിക്കണം ഇതിനെ എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊരു സിവിൽ കാര്യമാണ്. അതിനെ പെട്ടെന്ന് ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ നീതി എന്നാണ് ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞ് അവർക്ക് നീതി ഉറപ്പാക്കാൻ എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഡിബേറ്റുകൾ ഹർഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുസ്ലിം സ്ത്രീയും ഇല്ല അതിൻ്റെ അകത്ത്, അവരുടെ നീതിയും ഇല്ല അതിൻ്റെ അകത്ത്. ഇവിടെ ആകെയുള്ളത് മുസ്ലിം സമുദായവും അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീ എന്നതില്ല, അതിനപ്പുറത്ത് കൃത്യമായി മുസ്ലിം സമുദായമുണ്ട് താനും. ആ സമുദായത്തെ നന്നാക്കാൻ പോകുന്ന ഒരു തീരുമാനമല്ല ആത്യന്തികമായി ഉണ്ടായിട്ടുള്ളത് എന്നതുമാണ് വസ്തുത. ഒപ്പം ഈ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ശ്രീമതി ആനി രാജ, ഈ 3 മാസം കൊണ്ട് തലാഖ് ചൊല്ലിയാൽ അത് ഈ പറഞ്ഞ വിവാഹമോചന രീതിയായി തന്നെ ആ നിലയ്ക്ക് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഈ ബില്ലിൽ വ്യക്തതയില്ല. കാരണം ഇത് മാത്രമല്ലല്ലോ വിവാഹമോചന രീതി. മാത്രമല്ല ഈ തലാഖ് എന്ന് മാത്രം പ്രയോഗിച്ചതിലൂടെ അത് എന്തിനെയൊക്കെയാണ് ലക്ഷ്യമിടുന്നത് എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്. ഏകപക്ഷീയമായി വിവാഹമോചനം നേടേണ്ടി വരുന്ന മുസ്ലിം സ്ത്രീയുടെ അവസ്ഥയ്ക്ക് ഈ ബില്ല് കൊണ്ടൊരു മാറ്റം ഉണ്ടാകുമോ എന്നും വ്യക്തതയില്ല. അപ്പോൾ ഈ ക്രിമിനൽ തലത്തിനപ്പുറത്ത് മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ഈ ബില്ലിൽ ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീ രാധാകൃഷ്ണൻ അവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും വസ്തുതാപരമായ ഒരു വസ്തുതയുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്നു BJP എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത്. ഈ നീതിയും ന്യായവും മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായുള്ളതാണോ? മറ്റു മതവിഭാഗങ്ങൾ ഞാൻ പറയുന്നു എല്ലാ റിലീജിയസ് പേഴ്സണൽ ലോസിന്റെ അകത്തും അതിലെല്ലാം തന്നെ സ്ത്രീക്കെതിരെ വിവേചനം ഉള്ളതാണ്. അത് വിവേചനം ഉറപ്പാക്കുന്നതാണ് എല്ലാ റിലീജിയസ് പേഴ്സണൽ ലോസും. അപ്പോൾ ഒരു മുസ്ലിം ഹിന്ദു സ്ത്രീകൾക്ക് മിനിഞ്ഞാന്ന് ഈ ഡൽഹിയിൽ വന്ന പേപ്പറിലുണ്ടായിരുന്ന വാർത്ത, സഹോദരന്മാർ സ്വത്ത് സഹോദരിക്ക് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആ സഹോദരിയെ കൊല ചെയ്ത് തീയിട്ട് കൊന്ന് പകുതി കത്തിയ ശവശരീരം പുറത്തെടുത്തത് മിനിഞ്ഞാന്നത്തെ പേപ്പറിൽ ഈ തലാഖിനെ കുറിച്ചുള്ള ബില്ല് പാർലമെന്റിൽ വരുന്ന ദിവസത്തെ രാവിലത്തെ പത്രത്തിൽ കണ്ടതാണ്. അപ്പോൾ എല്ലാ സമുദായത്തിലും ഇത്തരത്തിൽ ഉള്ള അനീതികൾ സ്ത്രീകൾക്കെതിരെയുണ്ട്, വ്യക്തി നിയമങ്ങളിലുള്ള അനീതികൾ സ്ത്രീകൾക്കെതിരായുണ്ട്. അതിനെ ഒരു കോംപ്രഹെൻസീവായി അഡ്രസ് ചെയ്യേണ്ടതിന് പകരം എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവർക്ക് മാത്രം നീതി, ബാക്കി സ്ത്രീകൾക്ക് നീതി വേണ്ട എന്ന രീതിയിൽ ഈ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത്? ഏകപക്ഷീയമായ വിവാഹമോചനം ഇതെല്ലാം മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്ക് ജയിൽ സമ്മാനിക്കുന്ന കുറ്റകരമായ ഒരു പ്രവൃത്തിയാണെങ്കിൽ അതെന്തുകൊണ്ട് മറ്റു സമുദായങ്ങൾക്കും അങ്ങനെയാകുന്നില്ല? അങ്ങനെ എത്രയെത്ര വിവാഹമോചനങ്ങൾ നടക്കുന്നു. ഭാര്യയെ കാരണം കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെ ഉപേക്ഷിച്ച സംഭവങ്ങൾ, പ്രശസ്തമായ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. അതിലൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ക്രിമിനൽ നടപടി തന്നെ അവരൊക്കെ നേരിടണ്ടേ? ശ്രീമതി ആനി രാജ. ഹർഷൻ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ മറ്റ് ഈ സ്ത്രീകൾക്കെതിരായുള്ള പീഡനമല്ല, സ്ത്രീകൾക്കെതിരായ അനീതി എന്ന് പറഞ്ഞാൽ അത് സെക്ഷൽ വയലൻസിലും ഇതുപോലുള്ള മാരേജ് അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നൊരു സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നതിന്റെ ഭാഗം. അതായത് സ്ത്രീകൾ ഇതിനകത്ത് തന്നെ കറങ്ങി നിൽക്കണമെന്ന്, അതിനകത്ത് ഈ വൃത്തത്തിൽ മാത്രം നിൽക്കണമെന്ന് പറയുന്ന ഒരു മനുവാദി ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാര്യം, ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട് തന്നെ ഇനി ഒരു പക്ഷേ ഹർഷൻ 3 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് വീണ്ടും പുറത്തു വരുമ്പോൾ ആ ദമ്പതികൾക്ക് വീണ്ടും അവർക്ക് ഒന്നിക്കണമെന്ന് തോന്നിയാൽ, ഒരു അനുരഞ്ജനമെന്ന് തോന്നിയാൽ, അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരന്തമുണ്ട്. മറ്റൊരാൾ ഇതേ വ്യക്തി നിയമം അനുസരിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു രാത്രിയെങ്കിലും കഴിയുകയും ചെയ്ത ശേഷം ആ മനുഷ്യൻ തലാഖ് ചൊല്ലിയാൽ മാത്രമേ ഈ ആദ്യ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ.
മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നിന്ദനീയമായ ഒരു 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 എന്താണ് ഒരു കാര്യമാണത്. അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ നീതിയെക്കുറിച്ചാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് കൂടി പറയണ്ടേ? തീർച്ചയായും ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരാതെ കേവലമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു ബില്ലാണ് എന്ന് സ്ഥാപിക്കാൻ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം മാത്രം മതി. ഇവിടെ ശ്രീമതി ആനി രാജ പറഞ്ഞ വസ്തുതകളെ ഒരിക്കലും BJPയോ വ്യക്തിപരമായി ഞാനോ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ മുസ്ലിം നിയമത്തിലായാലും ഹിന്ദു നിയമത്തിലായാലും ഇതര നിയമങ്ങളിലായാലും സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും ഒരേ നീതിയോടുകൂടി നോക്കിക്കാണുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ആ ഒരു സങ്കല്പം. ഈ ബില്ല് തന്നെ അങ്ങനെയല്ലല്ലോ ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ, ഈ ബില്ല് തന്നെ അങ്ങനെയല്ലല്ലോ. വിവാഹമോചനക്കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ വിവാഹമോചനം നേടട്ടെ എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എങ്ങനെ ഇതൊരു ക്രിമിനൽ മാറ്ററായി? അല്ല, അവിടെയാണല്ലോ ഇപ്പോ ഇതിനെ ഇതുവരെ നാട്ടിൽ നിലവിലുള്ള സംവിധാനങ്ങൾ അനുസരിച്ച് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യത്തിൽ ഒരു പരിഷ്കരണത്തിന് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. അത് ചർച്ച ചെയ്യുന്നു. ആര് ചർച്ച ചെയ്തതാണ്? അത് ചർച്ച ചെയ്യുകയല്ല. അതിൽ ഈ പറഞ്ഞ കൃത്യമായ കാര്യങ്ങൾ, അത് ഒന്ന് കോടതി ഇത് ക്രിമിനൽ കേസാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഇതിൽ കൃത്യമായി ഇത് ഇന്ന പ്രശ്നങ്ങളാണ് ഈ ബില്ലിൽ ഉള്ളത് എന്ന് വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രതിപക്ഷ MP-മാർ. പക്ഷെ അതിന് ചെവി കൊടുത്തിട്ടില്ല. അവർ കൊണ്ടുവന്ന ഭേദഗതികളൊന്നും നിങ്ങൾ അംഗീകരിച്ചില്ല. അപ്പോഴാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഈ സമയത്തൊന്ന് സൂചിപ്പിക്കാം, ഇവിടെ ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ, താങ്കളുടെ മറുപടിയിലേക്ക് വരാം. ശ്രീമതി ആനി രാജ എന്താണ് പറയാനുള്ളത് ചുരുക്കി? അതായത് ഈ ബില്ല് കൊണ്ടുവരുന്ന ദിവസം രാവിലെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത് എന്താണ്? സമവായത്തിലൂടെ മാത്രമേ ഇത് കൊണ്ടുവരാൻ സാധിക്കൂ, അതിന് പരിശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് രാജ്യസഭ മാത്രമാണ് തൽക്കാലം ഉദ്ദേശിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ലോക്സഭയിൽ അതല്ലാതെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അതവർ ബോധപൂർവം മറന്നു കഴിഞ്ഞു ലോക്സഭയിൽ. ഇനി രാജ്യസഭയിൽ നോക്കാമെന്നതാണ്. ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ, എൻ്റെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക്. അല്ല, ഇവിടെ ഈ ബില്ല് കൊണ്ടുവരാൻ ഇടയായ സാഹചര്യം തീർച്ചയായിട്ടും കോടതിയുടെ പരാമർശവും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര സാഹചര്യം ആവശ്യമായ ഒരു അന്തരീക്ഷവും നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പൊ ഇതിലും വലിയ പ്രശ്നമില്ലേ എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം സ്ത്രീകൾക്ക് അല്ലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ശ്രീ ബി രാധാകൃഷ്ണൻ, ഞാൻ എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. കാരണം ഇത് എങ്ങനെയാണ് ഒരു ക്രിമിനൽ മാറ്റർ ആയത് എന്നതാണ്. കോടതി പറഞ്ഞിട്ടില്ല ഇത് ക്രിമിനൽ കേസാക്കണമെന്ന്. ഇത് ഒരു അതായത് അത് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നതാണെങ്കിൽ എങ്ങനെ ഈ സമുദായത്തിന് മാത്രം ഇതിങ്ങനെ ക്രിമിനൽ കേസാവുന്നു എന്നതുകൂടിയാണ് പ്രശ്നം. മാത്രമല്ല ബാക്കി ഒട്ടേറെ കാര്യങ്ങൾ കൃത്യം പോയിന്റുകൾ പറഞ്ഞ് ഈ നിയമത്തിലെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. അതൊന്നും അംഗീകരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്, രാഷ്ട്രീയ ലാഭം മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ളതാണ്. ഹർഷ, ഈ ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ മുത്തലാഖ് അല്ലെങ്കിൽ തലാഖ് ചൊല്ലുന്ന അല്ലെ ശരീഅത്ത് ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആ നിയമ സംവിധാനത്തിൽ അവരുടെ ക്രിമിനൽ നിയമം കൂടി അവർക്ക് ബാധകമാക്കാൻ അവർ സ്വീകാര്യമാകുമോ? ഈ അതൊന്നുമല്ല, അതൊക്കെ തൊഴിലായ്മയാണ്. ശ്രീ ബി രാധാകൃഷ്ണൻ, ഇവിടെ അതല്ല പ്രശ്നം. ഇത് ഞാൻ പറയട്ടെ, ഈ സർക്കാരാണ് ഇതൊരു ക്രിമിനൽ മാറ്റർ ആക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാവുക എന്നതാണ് ചോദ്യം. അല്ലാതെ അവരിതൊന്നും ബാധിക്കുന്നതല്ല, അവർ ബാധിച്ച വിഷയമല്ല ഞാൻ പറയുന്നത്. ഈ സർക്കാർ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ ക്രിമിനൽ കേസ് ഈ ഒരു സമുദായത്തിന്റെ കാര്യത്തിൽ മാത്രം വിവാഹമോചന വിഷയത്തിൽ അത് ക്രിമിനൽ കേസായി തന്നെ ഇരിക്കട്ടെ, 3 വർഷം അകത്ത് കിടക്കട്ടെ, പിഴയൊടുക്കട്ടെ, അത് മജിസ്ട്രേറ്റ് തീരുമാനിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല, എല്ലാ വിഭാഗത്തിനും ഇത് ബാധകമാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമന്വയത്തിലൂടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മാത്രമാണ് ഈ ചർച്ചയിലാണ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ ഈ സമന്വയമൊക്കെ. അതൊന്നും പാർലമെന്റിൽ കാണുന്നില്ല എന്നതാണ് വാസ്തവം. ശ്രീ അഷ്റഫ് കടയ്ക്കൽ,
ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഒരു പറഞ്ഞല്ലോ. സമുദായത്തിനെ മാത്രം ലക്ഷ്യം വെച്ച് അതാണ് ശ്രീ അഷ്റഫ് കടക്കൽ, ഇതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതായത് നേരിട്ട് ഈ ക്രിമിനൽ മാറ്ററായി ഇത് പരിഗണിക്കുന്നു എന്നത് പോട്ടെ, അതിനപ്പുറത്ത് ശ്രീമതി ആനിരാജ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള മറ്റൊട്ടേറെ വിഷയങ്ങൾ, ഈ മുസ്ലിം സംഘടനകൾ, വനിതാ സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിച്ച മറ്റു വിഷയങ്ങളുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഈ മുസ്ലിം വനിതാ സംഘടനകൾ വാദിച്ച വിഷയങ്ങൾ പോലുമല്ല യഥാർത്ഥത്തിൽ ബില്ലായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ആ ബില്ലിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന വാസ്തവമുണ്ട്. ഈ തലാഖ് സാധാരണ മട്ടിൽ 3 മാസം കൊണ്ട് ഉണ്ടാകുന്ന 3 തവണയായി നടക്കുന്ന ഈ തലാഖ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. തലാഖ് തന്നെ പൂർണ്ണമായി നിരോധിക്കുന്ന ബില്ലാണോ എന്ന സംശയമുള്ള സംഘടനകളുണ്ട്. അപ്പോൾ അവ്യക്തമായ ഒട്ടേറെ പോയിന്റ്സ് ഉള്ള ഈ ഒരു തീരുമാനം പൂർണ്ണമായും രാഷ്ട്രീയമാണ് എന്ന് ഉറപ്പിക്കാനാവില്ലേ? ഹർഷ, ശ്രീമതി ആനി രാജ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് പിന്നെ ഈ മുത്തലാഖ് ഹർഷൻ വളരെ ശരിയായി പറഞ്ഞു, ഇസ്ലാമിലുള്ളതാണ്. എങ്ങനെ 3 ഘട്ടമായി തലാഖ് ചെല്ലുന്ന സമ്പ്രദായം. ഇത് നമ്മൾ 2-3 കാര്യങ്ങളിലൂടെ പരിശോധിക്കണം. ഒന്ന്, വളരെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. മുത്തലാഖിൻ്റെ നിയമസാധുതയെ സംബന്ധിച്ച് ഒരു വിഭാഗം പറയുന്നു, മുഹമ്മദൻ ലോ, ഇന്ത്യയിലെ മുഹമ്മദൻ ലോ പ്രകാരം പിന്നെ 1937-ലെയും 1939-ലെയും ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ പരിധിയിൽ പരിശോധിക്കുമ്പോൾ അതിന് നിയമസാധുതയുണ്ട് എന്ന ചർച്ച. പക്ഷേ അപ്പോഴും മുസ്ലിം സമുദായത്തിനുള്ളിൽ നടന്നൊരു ചർച്ചയുണ്ട്. ഈ ഒറ്റയടിക്ക് ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് നിയമസാധുതയുള്ളതാണോ? ഇവിടെ 19ഓളം മുസ്ലിം രാജ്യങ്ങളിൽ അതിന് നിയമസാധുത ഇല്ലല്ലോ. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ പ്രൊഫസർ താഹിർ മഹ്മൂദിനെ പോലെയുള്ള ആളുകൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ നിയമത്തിൽ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്, കാലോചിതമായി പരിഷ്കരണം ആവശ്യമാണ്. ലോകത്തിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളടക്കം ഇതിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയിൽ പക്ഷേ അതെങ്ങനെ വരണം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ ചർച്ചകൾ ഏത് രൂപത്തിൽ നടക്കണം, അതിൻ്റെ നിയമവും നിയമസാധുതയും എങ്ങനെയൊക്കെയാണ് എന്നതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ഓഗസ്റ്റ് 22 വിധി വരുന്നത്. ഓഗസ്റ്റ് 23 അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രസ് റിലീസ് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്, എടുത്ത് പരിശോധിക്കാം. അവർ ആ നിയമത്തെ സ്വാഗതം ചെയ്തു. മാത്രമല്ല, ഓഗസ്റ്റ് 22 വിധിക്ക് ഒരാഴ്ച മുന്നേ ഓഗസ്റ്റ് 15 അവരുടെ മറ്റൊരു ആഹ്വാനമുണ്ട് മുസ്ലിം സമുദായത്തോട്. മുത്തലാഖിൽ ഏർപ്പെടുന്നവരെ സമുദായം ബഹിഷ്കരിക്കണം, അതിനുള്ള നടപടികൾ സമുദായവും സമുദായ നേതൃത്വവും മഹല്ലുകൾ സ്വീകരിക്കണമെന്ന്. അങ്ങനെ സമുദായത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പരിഷ്കരണ സംരംഭങ്ങൾക്ക് ആക്കം കൂട്ടി വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്: ഈ പരിഷ്കരണ സംരംഭങ്ങളെ അട്ടിമറിക്കുക. 2, ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുക. 3, ഇത്തരത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും അവസരം നൽകാതെ ഏകപക്ഷീയവും പ്രകോപനപരവുമായ ഒരു നീക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത് മതവുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ വിഷയമായതുകൊണ്ട് സമുദായം ഇതിനെ വളരെ ശക്തമായി പ്രതികരിക്കും. ഇതൊരു വൈകാരിക വിഷയമായി മാറും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ ഗവൺമെൻറ് വ്യക്തമാക്കിയതാണല്ലോ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും അഭിപ്രായം ചോദിച്ചിരുന്നു എന്ന്. ഞാനും കണ്ടു കേരള സംസ്ഥാനത്തോട് ചോദിച്ച അഭിപ്രായം. ആ അഭിപ്രായം ചർച്ച ചെയ്യാനുള്ളൊരു അവസരം കേരള ഗവൺമെൻറ്റിന് ഇവിടുത്തെ മുസ്ലിം സംഘടനകളുമായിട്ടോ പണ്ഡിതന്മാരുമായിട്ടോ ചർച്ച ചെയ്ത് അഭിപ്രായം രൂപപ്പെടുത്താനുള്ളൊരു അവസരം പോലും നൽകിയിട്ടില്ല. എങ്കിലും കേരള സർക്കാർ അവരുടെ അഭിപ്രായം കേന്ദ്രത്തെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു അഭിപ്രായം ഓരോ ഗവൺമെൻറ്റുകളും ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ആ അഭിപ്രായങ്ങളെ ആരെങ്കിലും മുഖവിലേക്കെടുത്തോ? ഇല്ല. ഇനി പോട്ടെ, അതാണ് ഈ മുത്തലാഖ് നിയമവിരുദ്ധമാക്കണമെന്ന് അതായത് കാലങ്ങളായി ഇവർക്ക് ഇത്തരം ഈ കടമ്പ കടക്കാൻ, രാജ്യസഭ എന്ന കടമ്പ കടക്കാൻ സഹായിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ടല്ലോ, ADMK അടക്കമുള്ളവർ, അവരുടെ നിലപാടിനെയും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഏകപക്ഷീയമായി ഈ തീരുമാനമെടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭം മുന്നിൽ കാണുന്നുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോഴാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഈ പറഞ്ഞ ലക്നൌവിൽ നിന്ന് വന്ന വാർത്ത നമുക്ക് മുന്നിലുണ്ട്. ഈ ദിവസം തന്നെ ഭാര്യ കൂടുതൽ ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ വിളിച്ചുണർത്താൻ വൈകി, അതുകൊണ്ട് താൻ എഴുന്നേൽക്കാൻ വൈകി, അതുകൊണ്ട് മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു ലക്നൌവിൽ എന്ന വാർത്ത വരുന്നത് ഈ ദിവസം തന്നെയാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന ഒരു സാധ്യത എവിടെയുണ്ട് എന്ന് BJP വിലയിരുത്തിയാണ്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പോലും പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഈ ഒരു നിലപാട്, BJPയുടെ ഈ നിലപാട് മുസ്ലിം സ്ത്രീകളുടെ വോട്ട് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ ലാഭമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ
BJP പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിം സംഘടനകൾക്കും അതിൽ ഇടപെടുന്നവർക്കും ഒക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ? അല്ല, ഒന്നൊരു കാര്യം, എന്താണ് ഇസ്ലാമിലെ തലാഖ് എന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പറയില്ല. ഇസ്ലാമിലെ തലാഖ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ തലാഖ് ചെയ്യുന്നതിന് അവളെ ഉപദേശിക്കണം, അതുപോലെ തന്നെ അവിടെ കിടപ്പറയിൽ പിണക്കി കിടത്തണം, അതുപോലെ പ്രതീകാത്മകമായുള്ള ചില പ്രഹരമാകാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയും നന്നാകുന്നില്ലെങ്കിൽ കുടുംബവുമായി അനുരഞ്ജനം നടത്തണം. ഈ അനുരഞ്ജനം നടത്തിയിട്ട് ഈ പെൺകുട്ടിയെ ഒരു തലാഖ് ചൊല്ലി മാറ്റി നിർത്താം, ആ വീട്ടിൽ തന്നെ നിർത്താം. ആ സമയത്ത് അവിടെ പരിരക്ഷ നൽകണം. ഗർഭിണിയാണെങ്കിൽ 2 വർഷക്കാലത്തേക്ക് മുലയൂട്ടുന്ന ഘട്ടത്തിൽ അവളുടെ പൂർണ്ണമായ പരിരക്ഷ ഏറ്റെടുക്കണം. ഇങ്ങനെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നതിനാണ് തലാഖ് എന്ന് പറയുക. അല്ലാതെ അവിടെ ഒരാൾ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ വിളിച്ചില്ല മുത്തലാഖ് ചെല്ലി എന്ന് പറഞ്ഞാൽ അതിനെ തലാഖ് എന്ന് വിളിക്കരുത്. അത് എല്ലാ നിയമത്തെയും മറികടക്കുന്നു. കാര്യങ്ങളിൽ തന്നെ ഇത് ആ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ തന്നെയാണ് മുസ്ലിം വനിതാ സംഘടനകൾക്ക്, മിക്കവാറും സംഘടനകൾക്ക് എതിർപ്പുള്ളത്. അത് ഏകപക്ഷീയമാണ്. ഈ വിവാഹമോചന രീതികൾ അത് ഈ പറഞ്ഞ ശരീഅത്ത് നിയമപ്രകാരം എന്നതാണ് മുസ്ലിം വനിതാ സംഘടനകളുടെ ആരോപണം. അതടക്കമുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യണം. ശ്രീ അഷ്റഫ് കടക്കൽ പറഞ്ഞതുപോലെ അതടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തീരുമാനത്തിലേക്ക് എത്തണം. അങ്ങനെയല്ല, ഏകപക്ഷീയമല്ല, സ്ത്രീകൾക്കും നൽകുന്നുണ്ട്. അത് പൂർണ്ണമായി തലാഖ് ശരിക്കും ഇസ്ലാമിൻ്റെ വിവാഹ നിയമങ്ങൾ പഠിക്കുന്നവർക്കറിയാം. അത് ഏകപക്ഷീയമല്ല, സ്ത്രീകൾക്കും അവകാശം നൽകുന്നുണ്ട്. അത് എല്ലാ നിലയിലും ഇസ്ലാമികമായിട്ടാണ് അതിനെ കാണുന്നത് എങ്കിൽ വളരെ കൃത്യമായി പെണ്ണിനും പുരുഷനും ഒരുപോലെ അവകാശം നൽകുന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ തലാഖ് നിയമം. മാത്രമേ അവകാശമുള്ളൂ ശ്രീ രണ്ടത്താണി. അല്ലല്ലോ. ഇസ്ലാമികമായിട്ട് ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന് വേണമെങ്കിൽ ആ ഭർത്താവിന് ഇങ്ങനെ സ്വീകാര്യമാണെങ്കിൽ അവർ ആ രീതിയിൽ തന്നെ അവർ ഫസ്റ്റ് കല്ലാൻ അവകാശങ്ങൾ നൽകുന്നുണ്ട്, ഒരുപാട് നിലയിൽ ഒഴിവാക്കാനുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഇസ്ലാം അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീപക്ഷത്തെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം തന്നെ തെറ്റാണ്. അവിടെയാണ് കാരണം ഇവിടെ നിയമങ്ങൾ മറികടക്കുന്നുണ്ടാകാം. ഇപ്പം ഞാൻ ചോദിച്ചത് സ്ത്രീ പീഡനത്തിനെതിരായി വലിയ നിയമരാജ്യത്തിലെ, എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനം നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ മൂക്കിന് താഴെയാണ്. ആ നിയമത്തിൻ്റെ പോരായ്മ ഉണ്ടല്ലോ. ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാ തെറ്റുകളും മുസ്ലിം സമുദായത്തിൻ്റെ നിയമത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതിയിട്ട് അത് അപകടം തലാഖാണ് എന്ന് വരുത്തി തീർത്ത് അതിനൊരു ക്രിമിനൽ കുറ്റമാക്കിയിട്ട് ഇത് പെൺകുട്ടി സംരക്ഷിക്കപ്പെടുമോ? ആ പുരുഷനെ പോയി ശ്രീ അഷ്റഫ് കടക്കൽ, ഇതാണ് 1937 ശേഷം പരിഷ്കരണം നടത്താത്ത മുസ്ലിം വ്യക്തി നിയമത്തിൽ പരിഷ്കരണം വേണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുതന്നെയാണ് പാർലമെൻറ്റിലും ആവർത്തിച്ചിരുന്നു. കേന്ദ്രമന്ത്രി തന്നെ അത് ആ നിലയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിഷ്കരണം ആവശ്യമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് എതിരഭിപ്രായമില്ല. പക്ഷേ ആ പരിഷ്കരണം ഇങ്ങനെയാണോ നടപ്പാക്കേണ്ടത് എന്നത് മാത്രമാണ് പ്രശ്നം. ആ പ്രശ്നത്തെ ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ ഈ പാർലമെൻറ്റിൻ്റെ അടക്കം സാന്നിധ്യമുള്ള മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹർഷൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനേക്കാൾ ഉപരി ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ച കക്ഷികളുണ്ടല്ലോ, അഥവാ ഭാരതീയ മുസ്ലിം മഹിളാ ആന്തോളനെ പോലെയുള്ള സംഘടനകൾ, ആ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം ഇന്നിപ്പോൾ ബൃന്ദാക്കാരായിട്ട് പറഞ്ഞത് അതാണല്ലോ, കുറഞ്ഞ പക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി സജീവമായി രംഗത്തുള്ള ഞങ്ങളോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നല്ലോ എന്നാണല്ലോ അവർ പറഞ്ഞത്. ഇതിലെന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഒരു ബില്ലായിരിക്കണമല്ലോ അത്. അതെ, പിന്നെ ഇത് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇന്ത്യയിൽ സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട് ഫാമിലി ലോയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിദഗ്ധന്മാരുണ്ടല്ലോ. ഇന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം, ഈ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന മഹാരാഷ്ട്ര കോടതിയിലെ അഡ്വക്കേറ്റ്, ഡൽഹിയിലെ അഡ്വക്കേറ്റുമാർ, ഇവരെല്ലാം വിവിധ മാധ്യമങ്ങളിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അവരെല്ലാം ഈ നിയമം സ്ത്രീവിരുദ്ധമാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത്ര വൈരുദ്ധ്യങ്ങളടങ്ങിയ ഈ നിയമം മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല എന്ന് അസന്നിഗ്ധമായി വളരെ വ്യക്തമായി അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന വേറൊരു ദുരന്തം കൂടിയുണ്ട്. അതിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്നെ മാതൃകയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി തലാഖിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഭാര്യയെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോകാം.
അപ്പോൾ യാതൊരു ക്രിമിനൽ നിയമ നടപടിയും പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്ന ഒരു മാതൃക ഹർഷൻ ചർച്ചയിൽ പേര് പറയാതെ പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു എന്ന് മാത്രം. അതാണ് ഇനി മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് സ്വീകരിക്കാവുന്ന മാതൃകയെന്ന് നമ്മുടെ മാതൃകാ പുരുഷൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ആ ഭാര്യയെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകാം, നിങ്ങൾക്ക് യാതൊരു നിയമ നടപടിയില്ല, നിങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടതില്ല, നിങ്ങൾക്ക് വക്കീലിനെ സമീപിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സുരക്ഷിതനാണ്. അതാണ് ഇത് നൽകുന്ന ഈ നിയമനിർമ്മാണം നൽകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ്. ഒരു ദുരന്തമായി മാറുകയാണിത്. ശ്രീ വി രാധാകൃഷ്ണൻ, അതാണ് പ്രശ്നം. കാരണം ഇത് കേസുമായി പോയി ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ചുവട് പിടിച്ചാണ് ഈ ബില്ലുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇതിനായി വാദിച്ചവരെ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലിൻ്റെ മഹത്വം ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? അല്ല, പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയുടെ കേസായാലും രാജ്യത്തെ ഏത് വ്യക്തിയുടെ കേസായാലും സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടാനുള്ള അവകാശം വേണം. ആ പരാതി കൊടുക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്ത സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നിയമം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇടപെടുന്നതിൽ ക്ഷമിക്കണം ഒരൊറ്റ കാര്യമാണ്. കാരണം ഇത് പ്രധാനമന്ത്രിയുടെ കേസായാലും സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്ന തരത്തിൽ ഒരു സംവിധാനം ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഈ കേസുകളൊക്കെ തന്നെ സിവിൽ മാറ്ററായി കോടതി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ക്രിമിനൽ കേസാക്കുന്നു? എന്തിനാണ് ഈ ക്രിമിനൽ മാറ്റർ എന്ന നിലയിലേക്ക് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് എന്റെ സംശയം. ക്രിമിനൽ ആക്കിക്കോളൂ, അവിടെ സിവിലാക്കുന്നത് എന്തിനാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ക്രിമിനലായാലും സിവിലായാലും നിലവിൽ നിയമമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പരാതിപ്പെടാനുള്ള അവകാശം സ്ത്രീകൾക്ക് ലഭ്യമാവണം. ആ അവകാശം ഉപയോഗിക്കാനുള്ള കരുത്ത് ആ സമൂഹത്തിന് ലഭിക്കണം. അവർക്ക് അതിനുള്ള അവസരം ലഭിക്കണം. ആ അവസരം ലഭിക്കാനുള്ള പരിശ്രമം ഈ നാട്ടിൽ ചർച്ചയിലൂടെ രൂപപ്പെടണം. അതിനകത്തൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത്ര കാലമായിട്ട് ഈ നിയമം പരിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് നടന്നില്ല? എന്തുകൊണ്ട് ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഇതിനകത്ത് ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? എവിടെയാണ് അതിന്റെ ആ ചർച്ചയുടെ തലം കേന്ദ്ര സർക്കാർ തുറന്നത്? എവിടെയാണ് അതിന്റെ അങ്ങനെ ഒരു സാധ്യത മുന്നിലേക്ക് വെച്ചത്? എവിടെയാണ്? ഇപ്പോൾ നേരത്തെ ശ്രീ അഷ്റഫ് കടക്കൽ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരുകളോട് ചോദിച്ച വിഷയത്തിൽ പോലും കൃത്യമായ മറുപടി കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കിട്ടിയ മറുപടികൾക്കനുസരിച്ച് ആ ചർച്ചയ്ക്ക് നിൽക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇത് ബില്ലായി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അതിൽ വരുന്ന ഭേദഗതികളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ചെവി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. എവിടെയാണ് നിങ്ങൾ സമവായത്തിന് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്? നിങ്ങൾ ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കുന്നു, അത് അടിച്ചേൽപ്പിക്കുന്നു, അതെങ്ങനെയെങ്കിലും പാസ്സാക്കി എടുത്തുകൊണ്ട് നിയമമാക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എവിടെയും ഒരു സമവായത്തിന് ശ്രമിച്ചിട്ടില്ല. അത് പ്രധാനമന്ത്രി പറഞ്ഞു എന്നത് ശരിയാണ്, പക്ഷേ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരു ദിവസം കൊണ്ട് ഈ ചർച്ചകളെല്ലാം അവസാനിക്കുകയോ നിയമ സംവിധാനമെല്ലാം പൂർണ്ണമായി രൂപപ്പെട്ട് നടപ്പാക്കപ്പെടുകയോ അല്ലല്ലോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചു, അടുത്ത ദിവസങ്ങളിൽ തുടർന്നും രാജ്യസഭയടക്കം ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഈ പറഞ്ഞ ആളുകൾ പോകുന്നുണ്ട്. സമൂഹത്തിൽ ഇതേക്കുറിച്ച് ചർച്ച നടക്കും. ഇതൊന്നും അറിയാത്തവരല്ലോ അവതരിപ്പിക്കുന്നവരുമൊന്നും. ഇല്ല, അദ്ദേഹത്തിന് അറിയില്ല എന്തോ. ലോക്സഭ ഇത് പാസ്സാക്കി പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ നിർദ്ദേശങ്ങളെയും തള്ളിക്കൊണ്ടാണ് പ്രധാനമന്ത്രി അന്ന് രാവിലെ സമവായത്തിന് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെപ്പോലും തള്ളിക്കൊണ്ടാണ് നിയമമന്ത്രി ഈ ബില്ല് അന്ന് തന്നെ പാസ്സാക്കിക്കണമെന്ന ഒരു പിടിവാശിയുടെ മേലെ അന്ന് പാസ്സാക്കിച്ചത് ലോക്സഭയിൽ. ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ തന്നെ വേണമോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന ബി.ജെ.പി. അതേ ബി.ജെ.പി. ഇന്ത്യൻ പാർലമെന്റ് വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്കുള്ള വർത്തമാനങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ഈ സമിതികളൊക്കെ എന്തിനാണ് ഒരു ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാകാത്തത് കൊണ്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, സ്ഥിരം സമിതികൾ, അതുപോലുള്ള മറ്റു കമ്മിറ്റികൾ ഉള്ളത്. ആ കമ്മിറ്റികളിലേക്ക് അതിനെയൊക്കെ തന്നെ ഒരു പുല്ലുവില കൊടുത്തുകൊണ്ടാണ്, തിരസ്കരിച്ചുകൊണ്ടാണ് അതേ ദിവസം തന്നെ ഇത് പാസ്സാക്കിയെടുത്തത്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം ഒന്ന് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാളേറെ ഈ 2002 ഗുജറാത്ത് കൂട്ടക്കുരുതിയെ തുടർന്ന് നമ്മൾ രാജ്യത്ത് ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്. മുസ്ലിങ്ങൾ 5 കെട്ടി 25 കുട്ടികളെ ഉണ്ടാക്കുന്ന അവനെ നിയന്ത്രിക്കണം എന്നാണ് അന്നു മുതൽ പറയുന്നത്.
അപ്പോൾ ഈ ഒരു സിവിൽ ആയിട്ടുള്ള ഒരു കാര്യം മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാരെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് അവരുടെ അതായത് സ്ത്രീ പരാതിപ്പെട്ടാൽ അടുത്ത നിമിഷം പുരുഷനെ ജയിലിലേക്ക് അയക്കുന്ന, മുസ്ലിം പുരുഷനെ ജയിലിലേക്ക് അയക്കുന്ന സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു RSS വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ അക്കാര്യത്തിൽ ഈ അജണ്ട എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ശ്രീമതി ജാനുരാജ? അത് വ്യക്തമാണ്. പക്ഷേ എങ്ങനെ ആര് ഇനി പ്രതിരോധിക്കും എന്നതാണ് കാണേണ്ടത്. എങ്ങനെയാണ് രാജ്യസഭയിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നതുമാണ് കാണേണ്ടത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജാനുരാജ, ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, ശ്രീ അഷ്റഫ് കടയ്ക്കൽ, ശ്രീ ബി രാധാകൃഷ്ണൻ.